ഹലോ. അപ്പോൾ ഇന്നൊരു മത്തങ്ങ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ചവ്വരി വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ആ ചവ്വരി ശരിക്കൊന്ന് തിളപ്പിച്ചിട്ട് ഇറക്കി വെച്ച് മൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് വെന്ത് വന്നോളും. അപ്പോൾ അത് അങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 3 കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇങ്ങനെ ഉരച്ചെടുക്കണം. അപ്പോൾ ഞാൻ കശുവണ്ടി മുന്തിരി നെയ്യിലൊന്ന് വഴറ്റിയെടുത്ത് അത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് നമ്മൾ മത്തങ്ങ എടുത്ത് വെച്ച മത്തങ്ങ അതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ് കേട്ടോ. മത്തങ്ങ ശരിക്കും ഇങ്ങനെ അതിൽ ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ അതേ മത്തങ്ങ ശരിക്കും വെന്തിട്ടുണ്ട്. അതിലേക്ക് പാലൊഴിച്ച് കൊടുത്ത് ഇതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ ചവ്വരി റെഡി ആയിട്ടുണ്ട്. അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അത് ശരിക്കും തിളച്ചപ്പോഴത്തേനും അതിലേക്ക് ഏലക്ക ഇട്ട് കൊടുത്തു, പഞ്ചസാര ഇട്ട് കൊടുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് നമ്മുടെ പായസം റെഡിയായി കേട്ടോ.